തിരൂരിൽ തെരച്ചിൽ തുടരുകയാണ്. ഇന്ന് വളരെ നിർണായക ദിവസമാണ്. 10ാം ദിവസം അർജുനു വേണ്ടി നാട് മുഴുവൻ കാത്തിരിക്കുന്നു. ഈ വേളയിൽ നമുക്കൊപ്പം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിജയകുമാർ കൂടി തത്സമയം ചേരുന്നു. വിജയകുമാർ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ വാർത്താ സംഘം നമ്മുടെ അവിടെ ക്യാമ്പ് ചെയ്യുന്നവരെ അറിയിക്കുന്നതനുസരിച്ച് ഇന്ന് എന്തെങ്കിലും മഴ തുടങ്ങിയെന്ന് പറയുന്നു, ഇന്ന് എന്തെങ്കിലും സംഭവിക്കും എന്ന രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത്. വിജയകുമാർ, ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ കരുതുന്ന ഒരു ദിവസമാണ്. ഈ ദിവസം രാവിലെ മുതൽ അവിടെ ഏറ്റവും പ്രധാനം SKN നാവികസേന അംഗങ്ങൾക്ക് അവിടെ ഇറങ്ങി അവർക്ക് ഡൈവ് ചെയ്ത് ആ പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഇന്നുണ്ടാകണം എന്നത് തന്നെയാണ്. അത് ഇന്ന് രാവിലെ സംഭവിച്ചാൽ നമ്മൾ ഉച്ചയോടുകൂടി അതിലേറ്റവും പ്രധാനപ്പെട്ട വിവരം ലഭിക്കുമെന്ന് ഉറപ്പാണ്. SKN ഇന്നത്തെ ഓപ്പറേഷൻ ഇങ്ങനെയാണ്. ആ പുഴയിൽ ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യമാകുമ്പോഴേക്കും നാവികസേനയുടെ ഏറ്റവും വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധർ അവർ പുഴയിലേക്ക് ഇറങ്ങും. ആദ്യഘട്ടത്തിൽ 2 or 3 പേരായിരിക്കും പുഴയിലേക്ക് ഇറങ്ങുക. അവർ 18 അംഗ സംഘമാണ്. അവരെല്ലാം പരിചയസമ്പന്നരാണ്. അവരിൽ ഏറ്റവും കാര്യക്ഷമമായി ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്നവരായിരിക്കും ഈ പുഴയിലേക്ക് ഇറങ്ങുക. അവർ ഈ പുഴയിലേക്ക് ഇറങ്ങി ഈ ലോറി കിടക്കുന്ന ഭാഗത്ത് അതിൻ്റെ ക്യാബിനിൽ പ്രവേശിക്കാനായിരിക്കും അവർ ആദ്യം ശ്രമിക്കുക. ഇന്നലെ അവിടുത്തെ കാർവാർ SP പറഞ്ഞത് ലോറി ഉയർത്തലല്ല നമ്മളുടെ ദൗത്യത്തിലെ ആദ്യത്തെ ഘട്ടം, നമ്മൾ അർജുനെ കണ്ടെത്തുകയാണ് നമ്മളുടെ ആദ്യത്തെ ദൗത്യമെന്ന്. അതുകൊണ്ട് ലോറിയുടെ ക്യാബിൻ പരിശോധിക്കുകയാണ് അവരാദ്യം ചെയ്യുന്നത്. അവരാദ്യം അതിനുവേണ്ടിയാണ് ഇന്ന് പുഴയിലേക്ക് ഇറങ്ങുന്നത്. അവർ ലോറിയുടെ ക്യാബിൻ പരിശോധിക്കും ആദ്യം. അതിനുശേഷം അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തും. അവർ വീണ്ടും ജലോപരിതലത്തിലേക്ക് വന്ന് വിവരങ്ങൾ കൈമാറും. അതിനുശേഷമായിരിക്കും എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് താഴേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുക. അതിനു മുമ്പ് ഈ ലോറി ഈ ചെളി നിറഞ്ഞ ആ ഭാഗത്ത് ഉറപ്പിച്ച് നിർത്തുക, അതിനെ ലോക്ക് ചെയ്യുക എന്നാണ് അവർ പറയുന്നത്. അതിനെ അവർ ലോക്ക് ചെയ്ത് നിർത്തും. അതിന് വേണ്ടുന്ന ഉപകരണങ്ങൾ നാവികസേനയുടെ പക്കലുണ്ട്. പക്ഷേ അവർക്ക് ഇന്നലെ ആ ആഴത്തിലേക്ക് ഇറങ്ങി അതിനെ ലോക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നത് സാധ്യമാകുമെന്ന് തന്നെയാണ് SKN പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോറി ലോക്ക് ചെയ്യുന്നു, ക്യാബിൻ പരിശോധിക്കുന്നു. അതിനുശേഷം അവർ ജലോപരിതലത്തിൽ വന്ന് തുടർ നടപടികൾ സ്വീകരിക്കുന്നു. അപ്പോൾ ക്യാബിനിൽ അർജുൻ ഉണ്ടെങ്കിൽ അർജുനെ കരയിലേക്ക് കൊണ്ടുവരിക, ജലോപരിതലത്തിലേക്ക് കൊണ്ടുവരിക. അതിന് വേണ്ടുന്ന പ്രത്യേക പരിശീലനം നേടിയ ആളുകൾ വീണ്ടും താഴേക്ക് പോകും. ആദ്യം ക്യാബിനിൽ നിന്ന് ആളെ പുറത്തെത്തിച്ച ശേഷമായിരിക്കും ലോറി മുകളിലേക്ക് ഉയർത്തുന്നത്. അതിന് വേണ്ടുന്നത് വലിയ വലിയ ഉരുക്കിൻ്റെ ബലമുള്ള കൊളുത്തുകളാണ്. അത് ലോറിയുടെ വിവിധ ഭാഗങ്ങളിൽ ഘടിപ്പിച്ച് അവരുടെ ഒരു ഗ്രീൻ സിഗ്നൽ അത് റെഡിയാണ് എന്ന് ഈ ഡൈവേഴ്സിൻ്റെ പക്കൽ നിന്ന് അവരുടെ ഉറപ്പ് ലഭിച്ചാൽ ഉടൻ തന്നെ ക്രെയിനുകൾ പ്രവർത്തനം തുടങ്ങും. ആ ലോറി വളരെ സാവധാനം ഉയർത്തിക്കൊണ്ടുവരും. അതൊരു പ്ലാറ്റ്ഫോമിലേക്ക് നിർത്തുന്നതിന് വേണ്ടി സജ്ജമാക്കിയ ഒരു പ്ലാറ്റ്ഫോം കരയിൽ ഇപ്പോഴുണ്ട്. അതാണ് ഇന്നത്തെ ജോലിയിലെ ഏറ്റവും ഭഗീരഥ പ്രയത്നം. വളരെ ഏറ്റവും റിസ്കി എന്ന് പറയാവുന്ന മണിക്കൂറുകളാണത്. 2 പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ഈ ക്യാബിനിലെ പരിശോധന, മറ്റൊന്ന് ലോറി ജലോപരിതലത്തിലേക്ക് ഉയർത്തുക. ഇത് രണ്ടും ഇന്ന് നടക്കേണ്ടതുണ്ട്. അതിനനുകൂലമാകുക എന്നത് അവിടുത്തെ കാലാവസ്ഥ തന്നെയാണ്. ഇന്നലെ SKN വൈകുന്നേരമൊക്കെ അവിടെ ഓറഞ്ച് അലേർട്ട് ആണെങ്കിൽ പോലും റെഡ് അലേർട്ടിന് സമാനമായ മഴയാണ് പെയ്തത്. നമ്മൾ നോക്കി നിൽക്കുമ്പോഴായിരുന്നു ജലം ഇങ്ങനെ ഒഴുകി വരുന്നത്. തീരപ്രദേശങ്ങളിലുള്ളവർക്ക് ഇന്നലെ മുന്നറിയിപ്പും കൊടുത്തിരുന്നു. ഇന്നും ഓറഞ്ച് അലേർട്ട് തന്നെയാണുള്ളത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴ കുറയുമെന്നാണ് കാലാവസ്ഥ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കരയിലേക്ക് കയറി നിൽക്കുന്ന മേഘങ്ങളുടെ അളവ് കുറവുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ കുറയാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി സുഗമമായ രക്ഷാദൗത്യം അവിടെ നടക്കും. നമ്മൾ മനസ്സിലാക്കുന്നത് ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം ഏതാണ്ട് 5 മീറ്റർ ആഴത്തിൽ ഈ ലോറി കുത്തനെ വീണു. അതുകൊണ്ടാണ് തലകീഴായി കിടക്കുന്നത് പോലെ എന്ന് അവർ നമ്മളെ അറിയിച്ചത്. 5 മീറ്റർ ആഴത്തിൽ ലോറി കുത്തനെ വീണിട്ടുണ്ട്. 20 മീറ്റർ കരയിൽ നിന്ന് അകലെയാണ് ഈ വസ്തുവിൻ്റെ സ്ഥാനം. എന്ന് വെച്ചാൽ കരയ്ക്കും വെള്ളത്തിനും ഇടയിൽ ഒരു ചെളിക്കൂമ്പാരത്തിൽ ഏതാണ്ട് അമർന്ന് കിടക്കുന്ന മട്ടിലാണ് ആ ലോറിയുടെ സാന്നിധ്യം ഇപ്പോൾ വെള്ളത്തിലുള്ളത്. അതുകൊണ്ട് അതിനെ ഉയർത്തിയെടുക്കുക എന്ന അങ്ങേയറ്റം ഭഗീരഥ പ്രയത്നത്തിലേക്കാണ് ഈ പകൽ രക്ഷാദൗത്യ സംഘം കടക്കാൻ പോകുന്നത്. ഫെറക്സ് ലൊക്കേറ്റർ എന്ന ഉപകരണം, അതുപോലെ അണ്ടർഗ്രൗണ്ട് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ടർ, ഇതൊക്കെയാണ് ഇന്നലെയും ഇന്നുമായി അവിടെ പ്രവർത്തിപ്പിക്കുന്നത്. ഒപ്പം ഈ ഡ്രോൺ പരിശോധന ഒരുപക്ഷെ ഉച്ചയോടുകൂടിയാകും അത് തുടങ്ങുക എന്ന വിവരം കൂടി വരുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഹെലികോപ്റ്റർ ഇന്നലെ വളരെ താഴെ പരിശോധനയ്ക്ക് എത്തിയിരുന്നു. അതിൻ്റെ സേവനം ഇന്നും വേണ്ടി വരുമെന്നാണ് അവിടെ വിദഗ്ധർ പറയുന്നത്. സാനി എക്സവേറ്റർ അവിടെ ഈ പ്ലാറ്റ്ഫോം ഒരുക്കുന്നുണ്ട്, മണ്ണ് മാറ്റുന്നുണ്ട്. അതിൻ്റെ ജോലി രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. SKN നമ്മൾ സർവ്വസജ്ജമാണ്. നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും. ഇന്നലെ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ നമ്മളുടെ ഒരു രക്ഷാകരം അവിടേക്ക് നീട്ടാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് ഈ വലിയ മഴ നമ്മളുടെ ആ ദൗത്യത്തെ ആകെ
എന്താണ് പ്രതികൂലമായി ബാധിച്ചു. നമ്മളുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്കായിരുന്നു അവിടെ ഉയർന്നു വന്ന വെള്ളം, അടിയൊഴുക്കൊക്കെ. അപ്പോൾ ഏതാണ്ട് ഒരു മലവെള്ളപ്പാച്ചിൽ കണക്കെ വെള്ളം പുഴയിലൂടെ വളരെ ശക്തമായി വന്നതാണ് നമ്മളുടെ ഇന്നലത്തെ പ്രതിസന്ധി. ഇന്ന് അതുണ്ടാകില്ലെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്നലെ അവിടെ MLA യും SP യും പറഞ്ഞതുപോലെ ഉച്ചയോടുകൂടി നമ്മൾ ആ നിർണായക നീക്കം നടത്തും എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ അതിന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. SK. താങ്ക് യു എസ് വിജയകുമാർ. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്നാണ് വിജയകുമാർ നമുക്കൊപ്പം ചേർന്ന്. പ്രേമലത ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നു. അർജുനെ കിട്ടുമ്പോൾ ജീവന്റെ തുടുപ്പുണ്ടാകണമേ ദൈവമേ. ഇങ്ങനെ ഒരുപാട് പേർ അർജുനായി പ്രാർത്ഥിക്കുന്നുണ്ട്. പെരുമ്പാവൂർ രാമചന്ദ്രൻ പറയുന്നു, ദയവ് ചെയ്ത് രക്ഷാപ്രവർത്തനം ചെയ്യുന്ന മനുഷ്യർ അവർ മലയാളികളല്ല എന്ന് കരുതി നമ്മൾ വിമർശിക്കാതിരിക്കുക. ഡോക്ടറെ രോഗി വിശ്വസിക്കുന്ന പോലെ അവരെ വിശ്വസിക്കണം. നമുക്കൊരിക്കലും അങ്ങനെ അഭിപ്രായ വ്യത്യാസമില്ല. യഥാർത്ഥത്തിലെ കാർവാറിലെ MLA എത്ര സജീവമാണ് ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അവർ മാത്രമല്ല മറ്റ് 3 പേര് കൂടി വെള്ളത്തിനടിയിൽ കിടക്കുന്നു, അല്ലെങ്കിൽ മണ്ണിനടിയിൽ കിടക്കുന്ന വിശ്വാസമുണ്ട്. നമ്മൾ അവരുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. മാത്രമല്ല അവിടുത്തെ ആളുകളൊക്കെ നമ്മുടെ പരമാവധി സഹകരിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യ ഒന്നാണ് എന്ന് ചിന്തിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ.